ലോകം കാണാനും അറിയാനും ആഗ്രഹിക്കുന്ന സഞ്ചാരികളുടെ സ്വപ്നഭൂമിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. മലകളും പുഴകളും മരുഭൂമികളും കടലും ദ്വീപുകളും ഹിമാനികളും അഗ്നിപർവ്വതങ്ങളും എല്ലാമുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. ഈ വിഭവങ്ങൾ ടൂറിസത്തിന് വേണ്ടി ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും ഇവർ പുലർത്തുന്ന മികവും ലോകരാജ്യങ്ങൾക്ക് ഒരു പാഠമാണ്. യുഎസിലെ ഒരു തീരദേശ നഗരമാണ് സിറ്റി ടൂറിൽ ഇന്ന് നമ്മുടെ ലക്ഷ്യം. ഫ്ലോറിഡ സംസ്ഥാനത്തെ മയാമി, അറ്റ്ലാന്റിക്കിന്റെ തീരനഗരം. ട്രോപ്പിക്കൽ കാലാവസ്ഥയുടെ സുഖം ആസ്വദിക്കാൻ കഴിയുന്ന പ്രദേശം. ടൂറിസത്തിൽ മാത്രമല്ല, വ്യവസായം, വാണിജ്യം എന്നീ രംഗങ്ങളിലും ഈ നഗരം മുൻപന്തിയിലാണ്. പോകാം മയാമിയുടെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് മയാമി നഗരത്തിലെ പ്രധാനപ്പെട്ട 8 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ബിസ്കയിൻ ബൊളവാർഡ്, തുടർന്ന് വിൻവുഡ് വാൾസ്, പിന്നെ ബിസ്കയിൻ ബേ, അടുത്തത് ബേസൈഡ് മാർക്കറ്റ് പ്ലേസ്, അവിടെ നിന്നും ലിറ്റിൽ ഹവാന, പിന്നെ വിസ്കായ മ്യൂസിയം ആൻഡ് ഗാർഡൻസ്, അടുത്തത് മയാമി ബീച്ച്, അവസാനമായി എവർഗ്ലേഡ്സ് നാഷണൽ പാർക്ക്. നമുക്ക് ആദ്യം മയാമി നഗരത്തിലെ പ്രധാന വാട്ടർ ഫ്രണ്ട് അവന്യൂവായ ബിസ്കയിൻ ബൊളവാർഡിലൂടെ ഒരു നടത്തമാവാം. ബിസ്കയിൻ ഉൾക്കടലിന്റെ തീരത്തുകൂടിയുള്ള പാതയാണിത്. ടൂറിസ്റ്റുകൾ ധാരാളം എത്തുന്ന ഇടം. മനോഹരമായി പണികഴിപ്പിച്ചിട്ടുള്ള പാതയും ചുറ്റുവട്ടവും നടന്നു തന്നെ കാണണം. മരങ്ങൾ വെച്ചുപിടിപ്പിച്ചും പൂന്തോട്ടങ്ങൾ വളർത്തിയും മോടി പിടിപ്പിച്ച പാതയോരങ്ങൾ. വൃത്തിയിലും ആസൂത്രണത്തിലും അച്ചടക്കത്തിലും മയാമി എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് ഇവിടെ കണ്ടറിയാം. അതേസമയം അവശ്യ സൗകര്യങ്ങൾക്ക് ഒരു കുറവും വരുത്തിയിട്ടുമില്ല. സൈറ്റ് സീയിങ് ബസ്സുകൾ ബിസ്കയിൻ ബൊളവാർഡിലൂടെ എപ്പോഴും സഞ്ചരിക്കുന്നുണ്ട്. ഈ ബസ്സുകളിൽ ഒന്നിൽ കയറിയാൽ അപ്പർ ഡെക്കിലിരുന്ന് നഗര കാഴ്ചകൾ കാണാം. ഇറങ്ങേണ്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഇറങ്ങുകയും ചെയ്യാം. ടൂറിസത്തിനപ്പുറമുള്ള സാധാരണ നഗര ജീവിതവും ഇതിലിരിക്കുമ്പോൾ കാണാം. നിരവധി കലാ-സാംസ്കാരിക കേന്ദ്രങ്ങൾ ബൊളവാർഡിന്റെ വശങ്ങളിലുണ്ട്. കൺസേർട്ട് ഹാളുകൾ, തിയേറ്ററുകൾ, മ്യൂസിയങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടും. ബിസ്കയിൻ ബൊളവാർഡിലെ തിയേറ്ററുകളിൽ 400-ലധികം കലാപരിപാടികളാണ് ഒരു വർഷം അരങ്ങേറുന്നത്. അതും ലോകപ്രശസ്തരായ കലാകാരന്മാരുടെ പെർഫോമൻസുകൾ. ബിസ്കയിൻ ബൊളവാർഡിലൂടെ നടക്കാൻ താല്പര്യമില്ലെങ്കിൽ സൈക്കിൾ എടുത്തു ചുറ്റാം. സൈക്കിൾ പാർക്കുകളിൽ നിന്ന് വാടകയ്ക്കെടുക്കുന്ന സൈക്കിളുകൾ ആവശ്യം കഴിയുമ്പോൾ മറ്റേതെങ്കിലും പാർക്കിങ്ങിൽ തിരിച്ചു വെച്ചാൽ മതി. ഇനി നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ ആർട്ട് ഗ്യാലറിയിലേക്ക് പോകാം. വിൻവുഡ് വാൾസ്. ഗ്രാഫിറ്റി ചിത്രങ്ങളുടെ മായിക ലോകം.
ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി ഇവിടം വികസിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ചിത്രരചന ലോകം ശ്രദ്ധിക്കുന്ന കലാകേന്ദ്രമാക്കി വിൻവുഡ് വോൾസിനെ വളർത്തുകയാണ് ഉണ്ടായത്. ഇന്ന് മയാമി നഗരത്തിലെ പ്രധാന ആർട്ട് സെന്ററാണിവിടം. ലോകമെങ്ങും നിന്നുള്ള ഗ്രാഫിറ്റി കലാകാരന്മാർ വിൻവുഡ് വോൾസിൽ തങ്ങളുടെ സർഗശേഷി മനോഹരമായ ചിത്രങ്ങളാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. പലരും ഇവിടെ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രാഫിറ്റി ചിത്രങ്ങൾ നിങ്ങൾക്കിവിടെ കാണാനാകും. ഇത്രയും പെർഫെക്ഷനുള്ള ചുവർ ചിത്രങ്ങൾ പലർക്കും പുതിയ അനുഭവവുമായിരിക്കും. ഗ്രാഫിറ്റി രംഗത്ത് പല പുതിയ പരീക്ഷണങ്ങളും വിൻവുഡ് വോൾസിൽ നടക്കുന്നുണ്ട്. ചിത്രങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ അടുത്ത തവണ വരുമ്പോൾ മറ്റൊരു കൂട്ടം ചിത്രങ്ങളാകും ഉണ്ടാവുക. ധാരാളം സ്വകാര്യ ഗ്യാലറികളും വിൻവുഡ് വോൾസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ക്യാൻവാസിൽ വരച്ച ചിത്രങ്ങൾ, ശില്പങ്ങൾ, മോഡേൺ ആർട്ട് ഇൻസ്റ്റലേഷനുകൾ എന്നിവയൊക്കെ ഇവിടെ നിന്നും വാങ്ങാം. ഇനി ഗ്രാഫിറ്റി ചിത്രകല പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ വിൻവുഡിൽ അതിനും അവസരമുണ്ട്. അടുത്തതായി ബിസ്കയൻ ഉൾക്കടലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ബോട്ട് ടൂർ. ഇതിനുള്ള ടിക്കറ്റ് മറീനയിൽ നിന്ന് ലഭിക്കും. സമയവും ബോട്ടിലെ സൗകര്യങ്ങളും ആക്ടിവിറ്റികളും പരിഗണിച്ച് ബോട്ട് പാക്കേജ് തിരഞ്ഞെടുക്കാം. മയാമിയുടെ ഭൂപ്രകൃതിയെപ്പറ്റിയും സാംസ്കാരിക പശ്ചാത്തലത്തെപ്പറ്റിയും ഒരു ഏകദേശ രൂപം ലഭിക്കാൻ ഉൾക്കടലിലൂടെയുള്ള യാത്രയാണ് അനുയോജ്യം. ബോട്ട് മറീന വിടുമ്പോൾ കൺമുന്നിലേക്ക് വരിക ഡൗൺ ടൗണിൽ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളാണ്. അതിസമ്പന്നരുടെ അപ്പാർട്ട്മെന്റുകളും വൻകിട കോർപ്പറേറ്റ് ഓഫീസുകളും പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ. അമേരിക്കൻ ഐക്യനാടുകളുടേതായ സവിശേഷ ശൈലിയാണ് ഈ കെട്ടിടങ്ങൾക്കുള്ളത്. മറ്റ് ലോക നഗരങ്ങളുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തത ഇവിടെ പ്രകടമായി കാണാനാകും. അധികം അലങ്കാരങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാത്ത ലളിതമായ ഡിസൈൻ. എന്നാൽ പ്രൗഢമാണ് താനും. ബിസ്കയൻ ബേയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കെട്ടിടങ്ങളിലെല്ലാമുണ്ട് ഈ ഒരു രീതിയുടെ സ്വാധീനം. ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു പ്രധാന കാഴ്ചയാണ് ക്രൂസ് പോർട്ട്. വമ്പൻ ആഡംബര കപ്പലുകൾ നിരന്നു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂസ് തുറമുഖം. മയാമിയുടെ വിനോദസഞ്ചാര രംഗത്തിന്റെ നിലവാരം എന്തെന്ന് ബോധ്യമാവാൻ ഈ ഒരു ദൃശ്യം മാത്രം മതി. അറ്റ്ലാന്റിക്കിലെ നിരവധി ദ്വീപുകൾ മയാമിയുടെ ഭാഗമാണ്. ട്രോപ്പിക്കൽ ഭൂപ്രകൃതിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തെങ്ങുകൾ ഉയർന്നു നിൽക്കുന്ന ദ്വീപുകളിലെല്ലാം തന്നെ വാട്ടർ ഫ്രണ്ട് വില്ലകളാണ് ഉള്ളത്. ഈ വീടുകൾ ആരുടേതെന്നറിയുമ്പോൾ നിങ്ങൾ ശരിക്കും അമ്പരക്കും. സ്ക്രീനിലെയും മൈതാനത്തിലെയും പ്രകടനങ്ങൾ കൊണ്ട് ലോകമെങ്ങും ആരാധകരെ സൃഷ്ടിച്ച കായിക കലാമേഖലകളിലെ താരങ്ങളുടെയും ലോകപ്രസിദ്ധ ബിസിനസ്സുകാരുടെയും വില്ലകൾ. 100-150 കോടികൾ വിലയുണ്ട് ഇവയ്ക്ക്. ഉടമകളായ സെലിബ്രിറ്റികൾ വല്ലപ്പോഴും വന്ന് താമസിച്ചു പോകും. രൂപകൽപ്പന കൊണ്ട് ഓരോ വീടും വേറിട്ട കാഴ്ചയായി മാറുന്നു. ഇതേപ്പറ്റിയുള്ള വിശദമായ വിവരണങ്ങളും ബോട്ടിലെ ഗൈഡ് നിങ്ങൾക്ക് നൽകും. പണമുണ്ടെങ്കിൽ ഇവിടെ വില്ലകൾ വാങ്ങാനും അവർ നിങ്ങളോട് തമാശയായി പറയും. വൃത്തിയും വെടുപ്പുമുള്ള ജലാശയവും തീരവും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക്
നമ്മെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ്. വെള്ളത്തിന്റെ ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കർശനമായ നിയമങ്ങളും ഈ നാട്ടിൽ നിലവിലുണ്ട്. മയാമി ഡൗൺ ടൗണിലെ പ്രധാന ഷോപ്പിംഗ് ആൻഡ് എന്റർടൈൻമെന്റ് സെന്ററിലേക്കാണ് ഇനി നാം പോകുന്നത്. ബേസൈഡ് മാർക്കറ്റ് പ്ലേസ്. മറീനയോട് ചേർന്നുള്ള കോംപ്ലക്സ്. റെസ്റ്റോറന്റുകൾ, സുവനീർ ഷോപ്പുകൾ, ബ്രാൻഡഡ് സ്റ്റോറുകൾ എന്നിവയെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നു. ടൂറിസ്റ്റുകൾക്ക് ആവശ്യമുള്ളതെല്ലാം ബേസൈഡ് മാർക്കറ്റ് പ്ലേസിൽ ലഭിക്കും. റെസ്റ്റോറന്റുകളാണ് ഇവിടെ പ്രധാന ആകർഷണം. ടൂറിസ്റ്റുകൾ കൂടുതലായി സമയം ചിലവഴിക്കുന്നതും റെസ്റ്റോറന്റുകളിൽ തന്നെ. സീ ഫുഡ് വിഭവങ്ങൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഈ ഭക്ഷണശാലകളിൽ നിന്നും വ്യത്യസ്തമായ പലതരം കടൽ വിഭവങ്ങൾ ആസ്വദിക്കാനാകും. ഓപ്പൺ എയർ റെസ്റ്റോറന്റുകളിൽ മറീനയെ കണ്ടും ഇളം കാറ്റേറ്റും ഭക്ഷണം കഴിക്കാൻ സന്ദർശകർ ഇഷ്ടപ്പെടുന്നു. പകൽ കാഴ്ചകൾ കണ്ടും ഷോപ്പിംഗുമായി നടക്കുന്ന ടൂറിസ്റ്റുകൾ രാത്രി റെസ്റ്റോറന്റുകളിലെത്തും. അപ്പോൾ ഒരു ഫുഡ് സ്ട്രീറ്റിന്റെ ആംബിയൻസ് ആയിരിക്കും ബേസൈഡ് മാർക്കറ്റ് പ്ലേസിന്. മനോഹരമായ ലൈറ്റിംഗും സംഗീതവുമെല്ലാം ഒരുക്കി റെസ്റ്റോറന്റുകൾ സന്ദർശകരെ ആകർഷിക്കുന്നു. ലൈവ് പെർഫോമൻസുകളാണ് ബേസൈഡ് മാർക്കറ്റ് പ്ലേസിന്റെ മറ്റൊരാകർഷണം. എപ്പോഴും ഉണ്ടാകും കോംപ്ലക്സിൽ പലയിടങ്ങളിലായി കലാപരിപാടികൾ. മറീനയിൽ പാർക്ക് ചെയ്തിട്ടുള്ള ബോട്ടുകളും കോടികൾ വിലമതിക്കുന്ന യോട്ടുകളും കണ്ട് കടലിന്റെയും ഡൗൺ ടൗണിന്റെയും കാഴ്ചകൾ ആസ്വദിച്ച് വോക്ക്വേയിലൂടെ നടക്കുന്നതും ബേസൈഡ് മാർക്കറ്റ് പ്ലേസിൽ ടൂറിസ്റ്റുകൾ ആസ്വദിക്കുന്ന ആക്ടിവിറ്റിയാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ലിറ്റിൽ ഹവാനയാണ്. ഫിദൽ കാസ്ട്രോ ക്യൂബയിൽ അധികാരം പിടിച്ചപ്പോൾ അവിടെ നിന്നും പലായനം ചെയ്ത അഭയാർത്ഥികൾ കുടിയേറി പാർത്ത പ്രദേശം. തിരിച്ചു പോകാൻ വന്നവരാണെങ്കിലും പിന്നീട് അവർ ഇവിടെ സ്ഥിര താമസമാക്കുകയായിരുന്നു. സവിശേഷമായ ക്യൂബൻ സംസ്കാരം കാണാനും ആസ്വദിക്കാനും കഴിയുന്ന ലിറ്റിൽ ഹവാന ടൂറിസ്റ്റുകളുടെ എന്ന പോലെ തദ്ദേശീയരുടെയും ഇഷ്ട ലൊക്കേഷനാണ്. ലിറ്റിൽ ഹവാനയിൽ എത്തുമ്പോൾ തന്നെ ചുവർ ചിത്രങ്ങളുടെ രൂപത്തിൽ ലാറ്റിൻ അമേരിക്കൻ സംസ്കാരത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങും. കെട്ടിടങ്ങളുടെ ചുവരുകൾ ഗ്രാഫിറ്റികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. കൂട്ടത്തിൽ 3D ചിത്രങ്ങൾ ഒരു അത്ഭുത കാഴ്ചയായി മാറുന്നു. മയാമി ഡൗൺ ടൗണിന്റെ ആഡംബരവും തിളക്കവും ഇവിടെ കാണാനാവില്ല. ലിറ്റിൽ ഹവാന സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഇടമാണ്. ദാരിദ്ര്യത്തിന്റെ ചില സൂചനകൾ പ്രകടമാണെങ്കിലും വൃത്തിയുടെ കാര്യത്തിലൊന്നും വിട്ടുവീഴ്ച ചെയ്തിട്ടുമില്ല. സ്പാനിഷ് സ്വാധീനമുള്ള ക്യൂബൻ ശൈലിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇവിടെ ഒരു കാഴ്ചയാണ്. കാലത്തിൻ്റെതായ മാറ്റങ്ങളൊന്നും കെട്ടിടങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. അലങ്കാരങ്ങളിൽ പോലും 1950കളിലെ രീതികൾ ഇവിടെ ഇന്നും തുടരുന്നത് നിങ്ങളെ അതിശയിപ്പിച്ചേക്കാം. ഈ സവിശേഷതകൾ ടൂറിസ്റ്റുകൾക്ക് കൗതുകമാകുന്നതിനാൽ ഇതിങ്ങനെ നിലനിർത്തുകയും ചെയ്യുന്നു. വിനോദസഞ്ചാരം ലക്ഷ്യമിട്ട് ക്യൂബൻ വിഭവങ്ങൾ ലഭിക്കുന്ന റെസ്റ്റോറന്റുകൾ, പബ്ബുകൾ, സുവനീർ ഷോപ്പുകൾ എന്നിവയൊക്കെ ലിറ്റിൽ ഹവാനയിൽ
ക്യൂബൻ ഭക്ഷണം തന്നെയാണ് ഇവിടെ പ്രധാന ആകർഷണം. എരിവും ഗന്ധവും കൂടിയ വിഭവങ്ങൾ കഴിക്കാൻ മയാമി നഗരവാസികളും ഇവിടേക്ക് വരുന്നു. ജീവിതത്തെ ആഘോഷമാക്കുന്ന ലാറ്റിൻ അമേരിക്കൻ സംസ്കാരം ഏറ്റവും പ്രകടമാകുന്നത് ലിറ്റിൽ ഹവാനയിലെ ബാറുകളിലാണ്. ലൈവ് ക്യൂബൻ സംഗീതത്തിനൊപ്പം നൃത്തം വയ്ക്കുന്നതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ്. ലിറ്റിൽ ഹവാനയുടെ സവിശേഷതയായ മറ്റൊരു സംഗതിയാണ് ക്യൂബൻ സിഗാർ വിൽക്കുന്ന കടകൾ. ചിത്രങ്ങളിൽ ഫിദൽ കാസ്ട്രോയുടെ ചുണ്ടിൽ എപ്പോഴും കാണുന്ന ആ തടിച്ച ചുരുട്ടുകൾ തന്നെ. പ്രത്യേക രീതിയിൽ നിർമ്മിക്കുന്ന ക്യൂബൻ ചുരുട്ടുകൾക്ക് വലിയ ഡിമാൻഡാണ് ഉള്ളത്. ലിറ്റിൽ ഹവാനയിൽ ഒരു ചരിത്ര കേന്ദ്രമാണ് ഡോമിനോ പാർക്ക്. ക്യൂബയിലെ പ്രധാന വിനോദമായ ഡൊമിനോസ് കളിക്കാൻ ആളുകൾ ഒത്തുകൂടുന്ന ഇടം. കളിയിൽ മുഴുകിയിരിക്കുന്ന വൃദ്ധരായ ആളുകൾ ക്യൂബൻ സംസ്കാരത്തിന്റെ ഒരു നേർക്കാഴ്ചയാണെന്ന് തന്നെ പറയാം. ഇനി മനോഹരമായൊരു വില്ല കാണാൻ പോകാം. വിസ്കായ മ്യൂസിയം ആൻഡ് ഗാർഡൻസ്. ലോകപ്രശസ്ത സെലിബ്രിറ്റികളുടെ വീടുകളെപ്പറ്റി ബിസ്കയിൻ ഉൾക്കടലിലൂടെയുള്ള ബോട്ട് ടൂറിൽ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അവയ്ക്കെല്ലാം ഒരു അമേരിക്കൻ സ്പർശമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ തനത് യൂറോപ്യൻ ക്ലാസിക്കൽ ശൈലിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള വില്ലയാണ് വിസ്കായ മ്യൂസിയം ആൻഡ് ഗാർഡൻസ്. ജെയിംസ് ഡീറിംഗ് എന്ന വ്യവസായി മയാമിയിൽ നിർമ്മിച്ച ഒഴിവുകാല വസതി. അതിഗംഭീരമായ ആർക്കിടെക്ചർ തന്നെയാണ് ഇവിടെ പ്രധാന കാഴ്ച. ഇറ്റാലിയൻ റിനൈസൻസ് വാസ്തുവിദ്യയുടെ മനോഹാരിത വില്ലയെ ആകർഷകമായ ദൃശ്യാനുഭവമാക്കി മാറ്റുന്നു. ഇറ്റാലിയൻ വില്ലയുടെ മാതൃകയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും. മനോഹരമായ ഗാർഡൻ വില്ലയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. 34 മുറികളുണ്ട് വില്ലയ്ക്ക്. ഈ മുറികളെല്ലാം വ്യത്യസ്ത തീമിൽ ഭംഗിയായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. യൂറോപ്പിൽ നിന്നും എത്തിച്ച അലങ്കാരങ്ങൾ, ഫർണിച്ചറുകൾ എന്നിവയൊക്കെയാണ് മുറികളിലുള്ളത്. വില്ലയിലെ മറ്റൊരു കാഴ്ച സുന്ദരമായ കലാസൃഷ്ടികളാണ്. വിസ്കായ മ്യൂസിയം ആൻഡ് ഗാർഡൻസിൽ ഗൈഡഡ് ടൂറുകൾ നടത്തുന്നുണ്ട്. നിർമ്മിതിയുടെ സവിശേഷതകൾ, ചരിത്രം എന്നിവയെല്ലാം വിശദമായി ഗൈഡുകൾ പറഞ്ഞു തരും. ഇനി നമുക്ക് കാണേണ്ടത് മയാമി നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമായ മയാമി ബീച്ചാണ്. നഗരത്തിൽ നിന്നും ഒരു കോസ്വേ കടന്നു വേണം ബീച്ച് ഏരിയയിലെത്താൻ. സിറ്റിയിൽ നിന്നും ഡബിൾ ഡെക്കർ ബസ് സർവീസ് മയാമി ബീച്ചിലേക്കുണ്ട്. ഇത്തരത്തിൽ ഒരു ഓപ്പൺ എയർ ബസ്സിൽ കയറിയാൽ സിറ്റി കാഴ്ചകൾ കണ്ട് ബീച്ചിലേക്ക് എത്താം. ജനത്തിരക്കും ടൂറിസവും പരിഗണിച്ച് മയാമി ബീച്ച് മേഖലയെ പ്രത്യേക റിസോർട്ട് സിറ്റിയായിട്ടാണ് കണക്കാക്കുന്നത്. പ്രത്യേക ഭരണ സംവിധാനവും ഈ പ്രദേശത്തിനുണ്ട്. പലതരം ടൂറിസ്റ്റ് ആക്ടിവിറ്റികളുടെ ഒരു കേന്ദ്രമാണിവിടം. ബീച്ചിൽ നാം ആദ്യം എത്തുന്നത് ഓഷ്യൻ ഡ്രൈവ് എന്ന കോസ്റ്റൽ അവന്യൂവിലാണ്. റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളും അടക്കമുള്ള സ്ഥാപനങ്ങൾ ഈ പാതയോരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നു. റെസ്റ്റോറന്റുകളിൽ നിന്നും വളരെ വ്യത്യസ്തവും രുചികരവുമായ കടൽ വിഭവങ്ങൾ ആസ്വദിക്കാം.
രാത്രിയും പകലും ഒരുപോലെ സജീവമാണെന്നത് മയാമി ബീച്ചിന്റെ സവിശേഷതയാണ്. അതുകൊണ്ട് ഈ ഭക്ഷണശാലകൾ നേരം പുലരും വരെ തുറന്നിരിക്കുകയും ചെയ്യും. ഓഷ്യൻ ഡ്രൈവ് കഴിഞ്ഞാൽ മണൽ നിറഞ്ഞ തീരം ആരംഭിക്കുകയായി. സമയം ചിലവിടാൻ പലതരം കായിക വിനോദങ്ങൾക്കും വ്യായാമത്തിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഈ മണൽപ്പരപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. ബോർഡ് വാക്കിലൂടെ ബീച്ചിന്റെ കാഴ്ചകൾ കണ്ട് കിലോമീറ്ററുകൾ നടക്കാനാകും. ആഴം കുറഞ്ഞ വലിയ തിരകളില്ലാത്ത കടൽ ഏതു പ്രായക്കാർക്കും നീന്തലും സ്നോർക്കലിംഗും പോലെയുള്ള ആക്ടിവിറ്റികളിൽ ഏർപ്പെടാൻ സുരക്ഷിതമാണ്. രാത്രിയാകുന്നതോടെ മയാമി തീരം ആഘോഷങ്ങളിൽ മുങ്ങും. ലൈറ്റപ്പ് ചെയ്ത് ആകർഷകമാക്കുന്ന ഓഷ്യൻ ഡ്രൈവിലും മറ്റും തിങ്ങി നിറഞ്ഞ് ആളുകളുണ്ടാകും. അപ്പോൾ ഭക്ഷണപാനീയങ്ങൾ ആസ്വദിച്ചും സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്തും സൗഹൃദം പങ്കിട്ടും പുലരുവോളം നിങ്ങൾക്കിവിടെ തുടരാം. ഡിസംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളാണ് മയാമി ബീച്ച് സന്ദർശിക്കാൻ അനുയോജ്യം. വലിയ ചുഴലിക്കൊടുങ്കാറ്റുകളുടെ സാന്നിധ്യം മൂലം മഴക്കാലത്ത് ഇവിടേക്ക് ടൂറിസ്റ്റുകൾ അധികം എത്താറില്ല. അവസാനമായി നാം സന്ദർശിക്കുന്നത് ഒരു ദേശീയോദ്യാനമാണ്. തെക്കൻ ഫ്ലോറിഡയിലെ ചതുപ്പ് നിലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന എവർഗ്ലേഡ്സ് നാഷണൽ പാർക്ക്. 6000-ലധികം ചതുരശ്ര കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന ഈ തണ്ണീർത്തട മേഖല സവിശേഷമായ ജീവജാലങ്ങളാലും സമ്പന്നമാണ്. അമേരിക്കൻ ചീങ്കണ്ണിയുടെ കേന്ദ്രമാണിവിടം. കണ്ടൽക്കാടുകളും പുല്ലു നിറഞ്ഞ ജലാശയങ്ങളും ചെറുതും വലുതുമായ തടാകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. പ്രകൃതിയെ അറിയാനും ആസ്വദിക്കാനുമായി നിരവധി ആക്ടിവിറ്റികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വിശദമായി നടന്നു കാണാനാണ് ആഗ്രഹമെങ്കിൽ ഹൈക്കിംഗ് പാക്കേജുകൾ തിരഞ്ഞെടുക്കാം. സുരക്ഷിതമായി യാത്ര ഉറപ്പാക്കാനും വിവരണങ്ങൾ നൽകുന്നതിനുമായി ഗൈഡുകളും കൂടെയുണ്ടാകും. ഇനിയുള്ളത് സൈക്ലിംഗ് ട്രിപ്പുകളാണ്. പാർക്കിൽ മണ്ണിട്ടുയർത്തിയ വഴികളിലൂടെ സൈക്കിളിൽ സഞ്ചരിക്കാം. ചീങ്കണ്ണികളെ അടുത്ത് കാണാൻ കഴിയുന്ന സൈക്ലിംഗ് യാത്രയിൽ കുട്ടികൾക്കും പങ്കെടുക്കാം. ഈ വഴികളിലൂടെ ഇലക്ട്രിക് ട്രാം ടൂറുകളും നടത്തുന്നുണ്ട്. സാധാരണക്കാരായ സഞ്ചാരികൾക്ക് ബോർഡ് വാക്കുകൾ പലയിടങ്ങളിൽ സജ്ജമാണ്. ഇവിടെയും പാർക്കിന്റെ സവിശേഷതയായ ചീങ്കണ്ണികളെ ധാരാളമായി കാണാം. എവർഗ്ലേഡ്സ് നാഷണൽ പാർക്കിലെ ഏറ്റവും രസകരമായ ആക്ടിവിറ്റി എയർബോട്ട് ട്രിപ്പുകളാണ്. പുല്ലുനിറഞ്ഞ ജലാശയങ്ങൾക്ക് മുകളിലൂടെ പിന്നിൽ ഫാൻ ഘടിപ്പിച്ച ബോട്ടിൽ അതിവേഗതയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് പുതിയൊരു അനുഭവമാകും. അതോടൊപ്പം ധാരാളം ജീവികളെയും കാണാം. പ്രത്യേകം ഒരുക്കിയ പാതകളിലൂടെ കയാക്കിംഗ് നടത്താനും ഇവിടെ അവസരമുണ്ട്. അമേരിക്കക്കാരുടെ വിന്റർ ഡെസ്റ്റിനേഷനായ മയാമിയുടെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. വിനോദസഞ്ചാരത്തിന്റെ ലഭ്യമായ സാധ്യതകളെല്ലാം പൂർണ്ണതോതിൽ ഉപയോഗിക്കുന്നതിൽ ലോകത്തിന് മാതൃകയാകുന്ന നഗരമാണിത്. ടൂറിസത്തിനു വേണ്ടി നഗരത്തെ ഒരുക്കുന്നതിലും ആക്ടിവിറ്റികൾ തയ്യാറാക്കുന്നതിലുമെല്ലാം സ്വീകരിച്ചിട്ടുള്ള വേറിട്ട കാഴ്ചപ്പാട് ഈ നഗരത്തെ സഞ്ചാരികൾക്ക് പുതുമയുള്ള അനുഭവമാക്കി മാറ്റുന്നു.
ദിവസങ്ങളോളം തങ്ങാനും മതിവരുവോളം ആസ്വദിക്കാനും വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. നഗരം കാണുന്നതിന് മാത്രമല്ല, ക്രൂസ് കപ്പലുകളിലേറി പുതിയ കാഴ്ചകളിലേക്ക് സഞ്ചരിക്കാനും മയാമി അവസരമൊരുക്കുന്നു.